Sallallahu ala Muhammad sallallahu alayhi wa sallam. Sallallahu ala Muhammad sallallahu alayhi wa sallam. ഊരിയെടുത്തിട്ട് ചെറിയൊരു വേദനയാണ്. ഞാൻ ഈ അടുത്ത് നമ്മുടെ നാടിന്റെ അടുത്ത് നീലമ്പാറ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ സിയാറത്തിന് പോയപ്പോൾ ഒരു ഉസ്താദ് എന്റെ ബേക്കിൽ വന്നിട്ട് ഇങ്ങനെ ആമീൻ പറയുന്നു. ദ്വാരക്കുന്നതിന്റെ ഇടയിൽ മൂപ്പരന്റെ ചുമലത്ത് തട്ടിയിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ ഭാര്യയും സിയാറത്തിനുണ്ട്, ചെറിയൊരു മുഴയുണ്ട് പുറത്ത്, അതിപ്പോൾ എടുത്തിട്ട് അത് ചെന്നൈയിലേക്ക് ടെസ്റ്റിന് കൊടുത്തേക്കണോന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ദ്വാരക്കണോന്ന് പറഞ്ഞ ആ ഉസ്താദ് ഒന്ന് കരഞ്ഞു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു പൂർണ്ണ ശിഫ കൊടുക്കട്ടെ, അല്ലാഹു പൂർണ്ണ ശിഫ കൊടുക്കട്ടെ. നമ്മുടെ കാലിന്റെ കുഴിനകം പോലെ ഒരു ചെറിയ കുരു വന്നാൽ, വളരെ നിസ്സാരമായ ഒരു ചെറിയ കൊപ്പള വന്നാൽ, നീ ഡോക്ടറെ കാണിക്കുമ്പോ ഡോക്ടർ പറയാണ് ഇതിന് ചെറിയ ഡൗട്ട് ഉണ്ട്, ഇതൊന്ന് ചെറിയ ടെസ്റ്റിന് കൊടുത്തേക്കണോന്ന് പറഞ്ഞാൽ, മംഗലാപുരത്തേക്ക് അയക്കണോന്ന് പറഞ്ഞാൽ, ബോംബെയിലേക്ക് അയക്കണോന്ന് പറഞ്ഞാൽ, തീർന്നടോ നിന്റെ കിബറ്, തീർന്നടോ നിന്റെ അഹങ്കാരം, തീർന്നടോ നിന്റെ വങ്കത്വം, എല്ലാ പവറും തീർന്നു പോകുന്നതാണ്. അതുകൊണ്ട് കിബറ് വേണ്ട, അഹങ്കാരം വേണ്ട, ആരോടും ഒരാളോടും വെല്ലുവിളി വേണ്ട. നമ്മുടെ താഴ്മയോടെ നടന്നോ. അല്ലാഹുവിന്റെ അടിമകളെ പറ്റി അല്ലാഹ് പറയുന്നത് വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അവര് താഴ്മയോടെ ഭൂമിയിൽ നടക്കുന്നവരാണ്. വിവരമില്ലാത്തവൻ തർക്കിക്കാൻ വന്നാൽ വെറുതെ തർക്ക വിതർക്കങ്ങൾക്ക് സമയം കളയാതെ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം അവർ ജീവിക്കുന്നവരാണ്. അവർക്ക് ആരോടും വെറുപ്പില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും പകയില്ല. ഈ ഇരിക്കുന്ന കൂട്ടത്തില് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പകയുണ്ടാകാൻ പാടില്ല. ഒരേ സദസ്സിൽ വന്നിരിക്കുന്ന മിണ്ടാതിരിക്കാൻ പാടില്ല, അയൽവാസികളോട് പിണങ്ങാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടാൻ പാടില്ല, കലാട്ട ഉണ്ടാക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മളോട് എന്തെങ്കിലും വിഷയത്തിൽ വിവരമില്ലാതെ അല്ലെങ്കിൽ അറിയാത്തത് എല്ലാ ജനങ്ങളെയുമാണ് ദഅവത്ത് നടത്താൻ നമ്മളോട് ഏൽപ്പിക്കപ്പെട്ടത്. മുഴുവൻ ജനങ്ങൾക്കും ഹിദായത്ത് കിട്ടാൻ, മുഴുവൻ ജനങ്ങൾക്കും സന്തോഷം കിട്ടാൻ, മുഴുവൻ ജനങ്ങൾക്കും ഹിദായത്തിന്റെ വെളിച്ചം കിട്ടാൻ ഈ ഗോൾഡൻ ജൂബിലി ഉലമാ സമ്മേളനം അല്ലാഹു സബബാക്കി തരട്ടെ.